മോർണിംഗ്. വാ വാ. സന്തോഷായി. ഒഫീഷ്യൽ ടൂറിന് പോയ ചെറുപ്പക്കാരനെ 1.5 മാസമായിട്ട് കാണാനില്ലെന്നും പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞിട്ട് താനിത് എവിടെ ആയിരുന്നു? 12-ാം തീയതി തന്നെ റിട്ടേൺ ടിക്കറ്റ് കൈ കിട്ടി. പുറപ്പെടാൻ തുടങ്ങുമ്പോഴാ ഹെഡ് ഓഫീസിൽ ചെട്ടിയാളുടെ വിളി. ലണ്ടനിൽ നിന്ന് 2 സായിപ്പ്മാര് വരുന്നുണ്ടെന്ന് ഊരി വിറ്റാൻ. കൂടെ പോയല്ലേ പറ്റൂ. സെയിൽസ് ആൻഡ് സർവീസ് എഞ്ചിനീയർ ഗമയിൽ പറഞ്ഞു നടക്കാം. ചെയ്യുന്നതോ ടൂറിസ്റ്റ് ഗൈഡിന്റെ പണി. വലിച്ചെറിഞ്ഞിട്ട് വല്ല ബിസിനസ് തുടങ്ങിയാലെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ജീവിതത്തിന്റെ 3/4 പങ്കും ട്രെയിനിലോ വിമാനത്തിലോ കഴിച്ചു കൂട്ടേണ്ടി വരും. ഒരു കണക്കിന് നോക്കിയാൽ താൻ ഭാഗ്യവാനാ. ലൈഫിനൊരു ത്രില്ലെങ്കിലും ഉണ്ടല്ലോ. ദാ ഇത് കണ്ടില്ലേ, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച ആ ഉറക്കളച്ചിരുന്ന് പഠിച്ചത്. എന്നിട്ടോ ഫയലുകൾക്കിടയിലെ വാലം പാറ്റയാകാനാണ് നമ്മുടെ വിധി. ആ പിന്നെ മോനെ കാണാനില്ലെന്നും പറഞ്ഞ അമ്മ എനിക്ക് സ്വൈരം തന്നിട്ടില്ല. ജീവിച്ചിരിപ്പുണ്ടെന്ന് ഫോണെങ്കിലും വിളിച്ച് പറഞ്ഞൂടെ? ബോംബെയിൽ വന്ന് ഇറങ്ങിയപ്പോഴേ അമ്മയെ വിളിച്ചൊരു കുമ്പസാരം നടത്തി. ഇനി നേരിട്ട് കാണുമ്പം അച്ഛന്റെ വക ഫയറിങ് വേറെ. അതാണ് എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അതൊന്നുമല്ല. ഇതും കൊണ്ട് വീട്ടിലേക്ക് ചെന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചാലും അമ്മ കണ്ടുപിടിക്കും. പിന്നെ കുപ്പിയോടെ വാഷ് ബേസിനിലേക്കാവും പോവുക. ഇവിടെ ആവുമ്പോ ഇവൻ സേഫ്. രാവിലെ കൈകിട്ടോ ചേട്ടാ, എന്തെങ്കിലും കൂടെ താ. എന്നൊരു കാര്യം മോൻ ഇതും കൂടെ അങ്ങ് വെച്ചോ. കേറുന്നവരോടൊക്കെ കൈകിട്ടം വേണോ? അമ്മാവൻ കൊണ്ടുവരുന്ന ആലോചനകളൊന്നും എനിക്ക് പിടിക്കുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും അമ്മാവന് മനസ്സിലാവുന്നുമില്ല. അമ്മാവനെന്നല്ല ആർക്കും മനസ്സിലാവത്തില്ല. ഇയാളുടെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിനെ കണ്ടെത്താൻ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. വല്ല ചെങ്കോട്ടയിലോ പൊള്ളാച്ചിലോ പോയി തിരക്കിയാൽ മുടിയിൽ കൊഴുന്നും ചൂടി മുഖത്ത് മഞ്ഞളും പുരട്ടി തലയിൽ നല്ലെണ്ണയും ഒലിപ്പിച്ച നല്ല 1-ാം തരം കുറത്തികളെ കിട്ടും. നേരത്തെ കാലത്തെ കിട്ടിയില്ലെങ്കിലേ പെൻഷൻ പറ്റി വീട്ടിലെത്തുമ്പോഴായിരിക്കും ഭാര്യയ്ക്ക് പ്രസവേദന തുടങ്ങുക. ഡാടാ, മേലെ തട്ട പുരയിടത്തിന്റെ വിധി പിന്നെയും നീട്ടിവെച്ചു. ജയിക്കുകയോ തോൽക്കുകയോ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും നിനക്കറിയണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോ അവിടെ വരെ ഒന്ന് വന്നാലെന്താ? എന്താ ഇത്? അല്ല, അത് പൗഡറാ. ഫോറിൻ. ഇത്രയും വലിയ പൗഡറോ? 1 ലിറ്ററെങ്കിലും ഉണ്ടാവും അല്ലേ? അമ്മാവ, ഞാൻ പണ്ടമ്മാവനോട് പറഞ്ഞിട്ടില്ലേ, ഗോപി എന്റെ ഫ്രണ്ടാ. ഓ, ഞാനും എന്റെ അമ്മാവനാ. അറിയാം. ഉണ്ണിമാമന്റെ കാര്യം ഇപ്പൊ പറയുന്ന ആവെടുത്തേ ഉള്ളൂ. ഓ, പറയാൻ മാത്രം ഒരു അമ്മാവൻ. എന്റെ വിഷമം വല്ലതും ഇവൻ അറിയണോ? ഗോപിക്കറിയോ? തറവാട്ടിൽ ഇപ്പൊ ബന്ധുക്കൾ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്റെ കാലിന്റെ തൊലിയൊലിഞ്ഞു. പറയാവുന്നതിന്റെ പരമാവധി ഞാൻ പറഞ്ഞു നോക്കി. ഇഴവന്റെ വാക്കല്ലേ പാഴ്വാക്ക്, ആര് കേൾക്കാൻ? അങ്ങനെ ധൃതി വെച്ച് ആരെങ്കിലും കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് എന്റേതായ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പെണ്ണെ കണ്ടെത്തട്ടെ. May I come in, sir? Yes. എന്താ മിസ്സസ് അന്ന ജോർജ്, ഒരാഴ്ചയായിട്ട് അബ്സ്കോണ്ടിങ് ആണല്ലോ. എവിടെയായിരുന്നു? കാനഡയിൽ നിന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. വൺ മിസ്റ്റർ M.K. മേനോൻ. പുള്ളിക്കാരന്റെ വൈഫ്, കുട്ടികൾ. ഒരാഴ്ച പോയതേ അറിഞ്ഞില്ല. എന്ത് സ്മാർട്ടാ കുട്ടികള്. മലയാളം ഒരു ശകലം പോലും അറിയില്ല. റിയലി സ്വീറ്റ്. മാതൃഭാഷ വശമില്ലാത്തത് കൊണ്ടായിരിക്കും ഇത്ര മധുരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വേണേ ഉപയോഗിക്കാം. വേറെ വല്ലയിടത്തും മലയാളം ചെലവാകുമോ ബാലു സാറേ? ഞാനിവിടെ ഓരോ സെക്കൻഡും സകല പുണ്യാളന്മാരോടും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, കാനഡയിൽ ഒന്ന് സെറ്റിൽ ചെയ്യാൻ ഒരു വഴി ഒരുക്കണേന്ന്. നമ്മുടെ നാടിന്റെയും നാട്ടുകാരുടെയും മഹത്വം സൂപ്രണ്ടിന് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവും. ബാലു സാർ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ലൈഫിനൊരു ത്രില്ലില്ല. എന്താ ഇത്?
MK മേനോന്റെ മൂത്ത മകളാ. ബാലുസാറിന് നല്ലോണം ചേരും. മാരേജ് കഴിഞ്ഞാൽ അവർ കാനഡയിലേക്ക് കൊണ്ടുപോകും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോയ്. അത് മാത്രമേ മേനോന് നോട്ടമുള്ളൂ. എന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം എടുത്തതിന് നന്ദി. പക്ഷെ ഇതിനോടൊന്നും യോജിച്ചു പോവാൻ എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ്. ബാലുസാറിന്റെ അമ്മാവനോട് വന്നപ്പോ എന്നോട് സൂചിപ്പിച്ചിരുന്നതാ. അമ്മാവൻ ഇത് പറയാൻ ഇനി സൂപ്രണ്ട് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച ലീവായിരുന്നില്ലേ? പെൻഡിങ് ഫയൽസ് ധാരാളം കിടപ്പുണ്ട് മേശപ്പുറത്ത്. അതൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ നോക്ക്. ചെല്ല്. Moses said to the people of Israel, "Come with me to Canaan, where the milk and honey are flowing." സായിപ്പ് പറയുന്നത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ മക്കളെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നമുക്ക് പോകാം. They complained to Moses when they were hungry. They complained to Moses when they felt hungry. എന്തായിരുന്നു? സഹോദര, ഞാൻ ദൈവശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഓഫീസിൽ എത്തിക്കോളാം. ഇല്ലെങ്കിൽ തന്നോട് ഞാൻ അരുൾ ചെയ്യുന്നു സഹോദര, നിനക്ക് നിന്റെ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടും. അതിനുള്ള ഇടവരുത്താതിരിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സായിപ്പ് പറയുന്നത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ മക്കളെ കാനാൻ What do you want? Mr. Anthony phone for you. Excuse me. What do you want, sir? ബോംബെ ഫ്ലൈറ്റിന് നാളത്തേക്ക് ടിക്കറ്റ് ഉണ്ടോ എന്നറിയാനാ. ഉണ്ടോ? സോറി, നാളത്തേക്കല്ല, മറ്റന്നാളത്തെ കാര്യത്തിന് ഞാൻ പറഞ്ഞത്. മറ്റന്നാളത്തേക്കുണ്ടല്ലോ. മറ്റന്നാളത്തേക്കുണ്ടോ? മറ്റന്നാളത്തേക്കെന്ന് പറയുമ്പോ 24 അല്ലേ? എനിക്ക് 25-ാം തീയതി വേണ്ടത്. മിസ്റ്റർ, നിങ്ങൾക്ക് എന്നാ ടിക്കറ്റ് വേണ്ടെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തിട്ട് വരൂ. ദേഷ്യപ്പെടാതെ മാഡം, ഒന്ന് നോക്കണം. എന്താ? അയ്യോ, സോറി. എന്തെങ്കിലും പറ്റിയോ? ഇല്ലില്ല. എന്താ വേണ്ടേ? ഈ ബോംബെ കൽക്കട്ട ഫ്ലൈറ്റിലെ സമയം അറിയോ? ഹലോ, സൗരും കൂടെ നോക്കിക്കോളൂ. ചാർട്ട് ഇതാ. എത്ര ആളെന്ന് വെച്ചാ ഈ ഓട്ടർ ഭക്ഷണം കഴിച്ച് നീ കാലം കഴിക്കുക? വയറിന് വല്ല അസുഖവും വരും. ആ രാമകുട്ടിയുടെ മകൾക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ? പഠിപ്പില്ലേ? തറവാട്ട് മഹിമയില്ലേ? അതൊന്നുമല്ല കുഴപ്പം. പുറത്തൊക്കെ പഠിച്ചു വളർന്ന കുട്ടിയല്ലേ. എന്റെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാവും. എല്ലാം ഒത്തണിങ്ങിയ ബന്ധമൊന്നും ആർക്കും കിട്ടിയെന്ന് വരില്ല. കുറച്ചൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വിചാരിക്കണം. അതാണ് ജീവിതം. എന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹവും ഐക്യവും കണ്ടു വളർന്ന ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനല്ലേ ഞാൻ. അങ്ങനെ ഒരു ജീവിതമാണ് എന്റെയും ആഗ്രഹം. നിന്റെ അച്ഛനും അമ്മയും ജീവിച്ച കാലമല്ല ഇത്. ബാല, നിന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണമെന്നുള്ള വാശിയല്ല എനിക്ക്. എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് ആരും ഉണ്ടാവില്ല. ഒക്കെ ശരിയാ എന്ന് കരുതി എടുത്തിയാടിയ ഒരു ബന്ധം, പിന്നെ കോംപ്ലിക്കേഷൻസ് വേണ്ട. ഇനി ഇക്കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല. നിന്റെ ഇഷ്ടം പോലെ ആയിരിക്കും. ഞാൻ കാലത്ത് കോടതി പോയിട്ട് ആ വഴി പോകും. അമ്മാ ചോറ് വേണ്ട, കഴിച്ചോടത്തോളം മതി. എന്താ റോഡിൽ കൂടെ നടക്കാൻ പാടില്ലേ? എന്നെ മനസ്സിലായില്ലേ? പിന്നെ സിറ്റി കമ്മീഷണർ അല്ലേ? അല്ലടി കളക്ടറാ അല്ലേ സാറേ? അയ്യോ, അറിഞ്ഞില്ല കേട്ടോ. നമസ്കാരം സാറിന്. നമസ്കാരം പറഞ്ഞോളൂ. നമസ്കാരം സാർ. കളക്ടർ സാറിന് എന്താ വേണ്ടേ? അത് മോൻ കണ്ടാലും അറിയില്ലേ? അല്ല സാറേ.
എത്ര ചിരിക്കാൻ? പെമ്പിള്ളാരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. റോഡിൽ കിടന്ന് പല്ലിരിക്കുന്നതിലേ വലിയ കോമഡി ഒന്നും ഇല്ല. മുഴുത്ത വട്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ കൂടെ ചിരിക്കാൻ ഒരു തോഴി. ചിരിക്കേ, എന്താ നിർത്തിക്കളഞ്ഞത്? ആണുങ്ങളെ കളിയാക്കുന്നതിലേ വലിയ ക്രെഡിറ്റ് ഒന്നും ഇല്ല. അന്ന് ഓഫീസിൽ വെച്ച് എന്നെ കളിയാക്കി, ഇപ്പൊ നടപടി വെച്ച്. പക്ഷേ എനിക്കിത് ഇഷ്ടമായി. വരട്ടെ.